അപ്പോൾ തൊണ്ടിൻ്റെ ആ ഒരു പ്രോസസ്സൊക്കെ കഴിഞ്ഞ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത്, നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലത്തെ ചാക്ക്, പഴയ ചാക്ക് പലരുടെ വീട്ടിൽ കാണാൻ ചാൻസ് ഉണ്ട്. ഇല്ലാത്തവരാണെങ്കിൽ ഗ്രോ ബാഗ് എടുത്തോളൂ. ഗ്രോ ബാഗിന് പകരം ഇതുപോലുള്ള ചാക്കൊക്കെ എങ്ങനെ റീയൂസ് ചെയ്യാം എന്നുള്ളൊരു അതുപോലെ ഒരു ചീപ്പായിട്ടുള്ളൊരു ഐഡിയയും കൂടിയാണ് ഇതിൽ കൂടി നമുക്കൊന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് പച്ചക്കറി എങ്ങനെ നല്ല ഫ്രഷായിട്ട് നല്ല ഹെൽത്തി ആയിട്ടും വളർത്തിയെടുക്കാമെന്നാണ് നോക്കാൻ പോകുന്നത്. ഈ ചീരത്തൈ കണ്ടോ നല്ല രീതിയിൽ തഴച്ച് വളരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പോട്ടി മിക്സായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ പഴയ തുണിയല്ലേ, നമ്മൾ വലിച്ചെറിയുന്ന തുണി വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്, ലിങ്കും കൂടി ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടേക്കോ. അതിൻ്റെ ഞാനിപ്പോൾ ഇന്നലെയായിട്ട് അതിൽ കുറച്ച് കരിയില ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ ഞാൻ ആ വീഡിയോയിൽ ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ, പഴയ കാർഡ്ബോർഡ് വെച്ചിട്ട് എങ്ങനെ റീയൂസ് ചെയ്യാം എന്നുള്ളൊരു അടിപൊളി മെത്തേഡാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും കൂടി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ. അപ്പോൾ ഈ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാവേ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഈനു. എല്ലാ കൂട്ടുകാർക്കും അല്ലീസ് യൂട്ടോപ്പിയൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി കാണുന്ന കുഞ്ഞു ബെല്ലേക്കും കൂടി പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കാൻ മറക്കില്ലേ. അപ്പോൾ ഇനി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നതിന് നമുക്ക് നേരെ ഇന്നത്തെ ആ ഒരു അടിപൊളി വീഡിയോയിലോട്ട് പോകാമേ. ഇത് നമുക്കൊരു 2 മെത്തേഡിലൂടെ ചെയ്യാമേ. ഒന്നുകിൽ ഇതുപോലെ ചകിരി മാത്രം എടുത്ത് ഒരു 6 ദിവസം വെള്ളത്തിൽ കുതിർത്ത ശേഷം യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ചകിരി ചോറെടുക്കാനും അതുപോലെ തന്നെ കയറൊക്കെ എടുക്കാനായിട്ടും ഇതുപോലെ വലിയ കുളത്തിൽ ഇതുപോലെ തൊണ്ടൊക്കെ കൊണ്ട് നിറച്ചിടാറുണ്ടല്ലേ. അപ്പോൾ ഞാൻ ഈ 2ാമത്തെ പ്രോസസ്സാണ് എടുക്കുന്നത്. കാരണം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അതിൽ ഒരുപാട്, അതായത് തൊണ്ടിൽ ഒത്തിരി കറയുണ്ടല്ലോ, അപ്പോൾ ആ കറയൊക്കെ മാറി കിട്ടുമ്പോഴാണ് നമ്മുടെ പ്ലാന്റ്സിന് ആവശ്യമായ ന്യൂട്രിയൻസ് അതിൽ നിന്ന് കിട്ടുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൽ ആ ഒരു കറയൊക്കെ നമ്മുടെ പ്ലാന്റ്സ് നട്ടു കൊടുക്കുമ്പോൾ അതിൻ്റെ വേര് വഴി വലിച്ചെടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ തൊണ്ട് ഇതുപോലെ കുതിർത്താണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ ഇതുപോലെ തൊണ്ട് കുതിരാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരാഴ്ച ആയിട്ടുണ്ട്. ഒരാഴ്ചയിലധികം കിടക്കുവാണെങ്കിൽ നല്ല സ്മെല്ലുണ്ടാവും, നമുക്കറിയാവുന്ന കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ കൊതുകൊക്കെ കൂടാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ മാക്സിമം വീട്ടിൽ ചെയ്യുമ്പോൾ ഒരാഴ്ചയിലധികം വച്ചിരിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നല്ല രീതിയിൽ മുങ്ങിക്കിടക്കാനായിട്ട് ഇതിൻ്റെ പുറത്ത് എന്തെങ്കിലും വയ്ക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒന്ന് കുതിർന്ന് വന്ന ശേഷം നമുക്ക് ചെറിയ പീസാക്കി ഇതിനെ കട്ട് ചെയ്തെടുക്കാം, അതായിരിക്കും നമുക്ക് കുറച്ചുകൂടി നല്ലത്. ഇത് കണ്ടോ, അതിൻ്റെ വെള്ളം തന്നെ ഒരു നമ്മുടെ ബ്ലാക്ക് ടീ ഉണ്ടല്ലോ, നമ്മുടെ തേയില വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ആ കറയൊക്കെ പോയി കിട്ടിയിട്ടുള്ളതാണ് ഈ തൊണ്ട്. ഇത് നല്ല രീതിയിൽ കുതിർന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ചെയ്ത് എടുത്താൽ മാത്രമാണ് നമ്മുടെ പ്ലാന്റ്സ്, നമ്മുടെ പച്ചക്കറികൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് കിട്ടുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ ആ തൊണ്ടിലുള്ള ആ ഒരു കരിയും അതുപോലെ കറയൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നമ്മുടെ പ്ലാന്റ്സ് അതിൻ്റെ വേര് വഴി വലിച്ചെടുക്കും. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫലങ്ങളായിരിക്കത്തില്ല നമുക്ക് ആ ഒരു ഇതിലൂടെ കിട്ടുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിനെ ഞാൻ ഇങ്ങനെ കൊടുക്കുന്നില്ല, കുറച്ചൊന്ന് മുറിക്കാൻ പോവുകയാണേ. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയത് കാരണം നമുക്ക് കൈ കൊണ്ട് തന്നെ ഇതിനെ പൊട്ടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ആ തൊണ്ടൊക്കെ ഞാൻ ഇതുപോലെ കുഞ്ഞ് പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇതിനേക്കാൾ കുഞ്ഞാക്കി കട്ട് ചെയ്യുകയാണെങ്കിൽ അതും കുറച്ചുകൂടി നല്ലതായിരിക്കും. ഞാൻ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ഒടിച്ചെടുത്തതാണ്. അപ്പോൾ ഈ കുറച്ച് കട്ടിയുള്ളതൊന്നും എനിക്ക് ശരിക്കും ഒടിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്തോളൂ. ഇനി നമുക്ക് മണ്ണ് അതുപോലെ തന്നെ അതിൻ്റെ സോയിൽ മിക്സ് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഗാർഡൻ സോയിൽ എടുത്തിട്ടുണ്ട്. അതുപോലെ പിന്നെ എടുത്തിട്ടുള്ളത് നമ്മുടെ കമ്പോസ്റ്റാണ്. ഇത് കരിയില കമ്പോസ്റ്റാണ്. ഈ ഒരു കമ്പോസ്റ്റും കരിയില മാത്രമല്ല, ഇതിൽ കുറച്ച് വേപ്പിൻ പിണ്ണാക്കും അതുപോലെ അല്പം ചാണകവും ഒക്കെ ഉണ്ട്. അപ്പോൾ അതെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ മുട്ടേൻ്റെ തോട് നന്നായിട്ട് ഉണക്കി പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇത് ഞാൻ ചെടികൾക്ക് സാധാരണ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ മുട്ടത്തോട് ഇതുപോലെ ഉണക്കി പൊടിച്ച് ഇതുപോലെ കണ്ടെയ്നറിനായിട്ട് സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ ഇത് നല്ല കാൽഷ്യം റിച്ചല്ലേ. അപ്പോൾ നമ്മുടെ ഈ പച്ചക്കറികൾക്കോ ഫ്രൂട്ട്സ് ഏതിന് വേണ്ടി നമുക്ക് കൊടുക്കാം കേട്ടോ. പൂക്കുന്ന ചെടികൾക്കായാലും ഇത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇതും കൂടി ഞാൻ ഒരു 3-4 സ്പൂണ് നമ്മുടെ ആ ഒരു പോട്ടി മിക്സിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ആ പോട്ടി മിക്സ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഇനി മുട്ടത്തോട് ഇല്ലാന്നുള്ളവരാണെങ്കിൽ കുമ്മായ ഉണ്ടല്ലോ, അത് ചെയ്ത് ഒന്ന് 4-5 ദിവസം ഒന്ന് ആ ഒരു പോട്ടി മിക്സ് ഒന്ന് മാറ്റി വെച്ച്, അത് ആ സോയിൽ മിക്സ് ഒന്ന് മാറ്റി വെച്ച ശേഷം നമുക്ക് പ്ലാന്റിലോട്ട് യൂസ് ചെയ്ത് കൊടുക്കാവേ. ഇതിപ്പോൾ ഞാൻ ഒരു ദിവസം മാത്രമേ മാറ്റി വയ്ക്കുന്നുള്ളൂ.
പിന്നെ നമ്മളിന്ന് ഗ്രോ ബാഗ് അല്ല കേട്ടോ എടുക്കുന്നത്. ഇതുപോലെ ചെറിയ ചെറിയ ചാക്ക് കാണത്തില്ലേ, അരി വാങ്ങുന്നതോ അല്ലെങ്കിൽ മാവ് വാങ്ങുന്നതോ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ചാക്ക് നമ്മളെ വീട്ടിൽ കാണാൻ ചാൻസ് ഉണ്ട്. ഉള്ളവരാണെങ്കിൽ അതെടുത്തോളൂ, ഇല്ലാത്തവരാണെങ്കിൽ ഗ്രോ ബാഗ് എടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാം. അതായത് ഗ്രോ ബാഗ് പോലെ 4-5 വർഷം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, എന്നാലും ഒരു 7-8 വട്ടമെങ്കിലും നമുക്ക് കൃഷി ചെയ്യാം. ഇത് മതിയാവേ. ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. നമ്മൾ ഗ്രോ ബാഗ് ഈ ഒരു അളവിലൊക്കെയല്ലേ ഇരിക്കുന്നത്, അപ്പോൾ ആ ഒരു രീതിയിൽ ഒന്ന് മടക്കിയെടുക്കുക. ഇനി നമുക്കിത് എങ്ങനെയാണ് ഫില്ല് ചെയ്യാൻ നോക്കാമേ. ഇതിൻ്റെ ആ ഫസ്റ്റ് ലെയറായിട്ട് ഞാൻ നമ്മൾ നന്നായിട്ട് സോഫ്റ്റാക്കി വെച്ചിട്ടുള്ള ആ തൊണ്ടുണ്ടല്ലോ, അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ തൊണ്ടിന് പകരമായിട്ട് നിങ്ങൾക്ക് ആ ലെയറിൽ ഫസ്റ്റ് ലെയറിൽ നിങ്ങൾക്ക് ഈ കരിയിലകളോ അങ്ങനത്തെയൊക്കെ കിട്ടുവാണെങ്കിൽ അത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ചെയ്യാം. ഏറ്റവും ബെറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഇതാണ്. അതാകുമ്പോൾ ഏറ്റവും താഴെ നല്ല രീതിയിൽ ഈർപ്പം പിടിച്ച് നിർത്തുകയും ചെയ്യും. നമ്മുടെ പ്ലാന്റ്സ് ഒരു ദിവസം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും വരാണ്ട് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് പ്രിഫർ ചെയ്യുന്നത്. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഏതാണെന്ന് വെച്ചാൽ അത് ചെയ്തോളാം, അതിൽ ഒരു കുഴപ്പമില്ലേ. ഇനി നമുക്ക് അതിൻ്റെ സെക്കൻഡ് ലെയറായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന, അതായത് ഒരു ദിവസം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ സോയിൽ മിക്സ് ഒന്ന് തട്ടിക്കൊടുക്കാവേ. കുറച്ചൊന്ന് അധികം തട്ടിക്കൊടുക്കാം. കാരണം നമ്മളിതിൽ നടാൻ പോകുന്ന പ്ലാന്റ്സിൻ്റെ ആ ഒരു ഇതനുസരിച്ചിട്ട് വേണം ഇത് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തുള്ള പ്ലാന്റ്സ് എന്നത് ക്യാബേജിൻ്റെ ഒരു ചെറിയൊരു തൈയാണ്. നമുക്കറിയാം ക്യാബേജ് അത്യാവശ്യം മണ്ണും ഒക്കെ ആവശ്യമാണ്. അതുപോലെ തന്നെ നല്ലൊരു പോട്ടി മിക്സ്ഡ് ആണെങ്കിൽ മാത്രമാണ് നല്ല രീതിയിലുള്ള ആ ഒരു വിളവ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ നല്ല വേരോട് കൂടി തന്നെ ഞാനത് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തൈ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു പോട്ടി മിക്സിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള എന്ന് പറയുന്നത് ഈ ഒരു ക്യാബേജിൻ്റെയാണ്. അതുപോലെ ബാക്കിയൊക്കെ നമുക്ക് നടാം, ചീരയായാലും പയറായാലും ഏത് വേണേലും നടാം. അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത് ഈ ഒരു ക്യാബേജിൻ്റെതാണ്. ഏത് കിട്ടിയാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് സെൻറ്ററിൽ ഒന്ന് ഹോൾ ഇട്ടിട്ട് അതൊന്ന് നട്ടു കൊടുക്കാം. ഒന്നുകിൽ നിങ്ങൾ ഇത് ചെടി നട്ട ശേഷം ഇത് വെള്ളം നനച്ചു കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ഈർപ്പമാക്കിയതിന് ശേഷം പ്ലാന്റ് നട്ടു കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ബാലൻസ് വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് തൊണ്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് അതിൻ്റെ ചുറ്റും വീണ്ടും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അങ്ങനെയും കൂടി ചെയ്യുമ്പോഴാണ് നമ്മുടെ പ്ലാന്റ്സിന് ഈർപ്പം വലിച്ചു നിർത്താനുള്ള ആ ഒരു കപ്പാസിറ്റി കൂടുതലുണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ആരും ചെയ്യാതിരിക്കരുത്, ഇതൊന്ന് ചെയ്തു കൊടുക്കുക. നിങ്ങൾക്കിനി നിങ്ങൾ ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ അതൊന്ന് സ്കിപ്പ് ചെയ്താൽ മതി, കുഴപ്പമില്ല. അപ്പോൾ ഇപ്പം വാടി നിൽക്കുന്നത് കാര്യമാക്കണ്ട. നമ്മൾ ആദ്യം ഒരു പോട്ടി ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു രീതിയിലായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ഒരു ദിവസമൊക്കെ ആകുമ്പോഴേക്കും അതങ്ങ് ഓക്കെ ആയിക്കോളും. പിന്നെ ഈ ഒരു ഇത് നമ്മൾ ഫസ്റ്റ് ഡേ, അതായത് ഒരു 4-5 ദിവസത്തേക്ക് നമുക്ക് ഡയറക്റ്റ് ഒരു സൺലൈറ്റ് കിട്ടുന്ന വിധത്തിൽ വെക്കണ്ട കേട്ടോ. ഒന്ന് ഷെയ്ഡിൽ വെച്ച് അല്പം ഒന്ന് ഇതായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റിലോട്ട് മാറ്റി കൊടുക്കാം. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് കൂടി പോകണ്ട. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ തൊണ്ടിൻ്റെയൊക്കെ കൊടുത്തിരിക്കുന്നത് കാരണം അതിൽ അത്യാവശ്യം ഈർപ്പം പിടിച്ച് നിൽക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു ദിവസം ഒരിക്കൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ അല്ലാണ്ട് ചെയ്യുന്ന പോട്ടി മിക്സിനെല്ലാം ഞാൻ ഒരു നേരമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഇത് മാത്രം ഫോളോ ചെയ്താൽ മതിയാവും എല്ലാവരും. അപ്പോൾ നമ്മളിത് നട്ട് വെച്ച ശേഷം ഒരു 1.5-2 ആഴ്ചയ്ക്കകത്തുള്ള ആ ഒരു ഗ്രോത്താണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പ്ലാന്റ് കണ്ടോ, നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽപ്പുണ്ടല്ലേ. അതിൻ്റെ ലീവ്സൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ വളർന്നു വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു ഇത് കേബേജ് ആണെന്ന്. ആക്ച്വലി കേബേജ് അല്ല, ബേബി പ്ലാന്റ് ആയിരുന്നപ്പോൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ച കേബേജ് ആണെന്ന് കേട്ടോ. അതിൻ്റെ ലീവ്സൊക്കെ ചെറുതായിട്ട് റൗണ്ട് ഷേപ്പിൽ വരുന്നതാണ് ക്യാബേജ്. പിന്നെ നീളത്തിലിങ്ങനെ ഇരിക്കുന്നത് ഇതുപോലെ കൂർന്ന് വരുന്നത് കോളിഫ്ലവറിൻ്റെയാണ്. അപ്പോൾ കോളിഫ്ലവറിൻ്റെയാണ് നമ്മൾ നട്ടിട്ടുള്ളത്. ഈ സെയിം മെത്തേഡിൽ നട്ടിട്ടുണ്ടായിരുന്ന കേബേജാണ് ഇത്. ഇപ്പോൾ ചൂട് കാരണം നമുക്ക് ഈ ഒരു മെത്തേഡ് ആർക്കായാലും ട്രൈ ചെയ്യാവുന്നതാണ്. വെള്ളം നമ്മൾ ഒരു ദിവസം ഒരിക്കൽ മാത്രം ഒഴിച്ചാൽ മതിയാവും. പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയും ചെയ്യുവേ. പിന്നെ തക്കാളി ചെടിക്കും ഇത് വളരെ നല്ലതാണ്. നല്ല രീതിയിൽ കുലകുത്തി പൂ വരാനും കായ് വരാനും ഒക്കെ ഇത് വളരെ ഹെൽപ്ഫുൾ ആവുക. കാരണം തക്കാളി ചെടിക്ക് നല്ല രീതിയിൽ ഈർപ്പം ആവശ്യമുള്ളൊരു പ്ലാന്റ് ആണല്ലോ. അപ്പോൾ വാട്ടരോഗമൊക്കെ വരാതിരിക്കും ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാൽഷ്യത്തിൻ്റെ കുറവൊന്നും ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ ആ ഒരു മുട്ടേൻ്റെ തോടൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇതിൽ അത്യാവശ്യം നല്ല കായ്കളുണ്ട്, പൂക്കളാണെങ്കിൽ നല്ല രീതിയിൽ വരുന്നുമുണ്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് തന്നെ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളി യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നവർ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. സീ യു.